ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ തേവയ്ക്കലാണ്. തേവയ്ക്കൽ ജംഗ്ഷനിൽ നിന്നും വെറും 1 കിലോമീറ്റർ മാത്രമാണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ദൂരം. എറണാകുളം ജില്ലയിലെ കാക്കനാട് തേവയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് തേവയ്ക്കൽ ജംഗ്ഷനിൽ നിന്ന് 1 കിലോമീറ്റർ മാത്രമായുള്ള ദൂരത്തിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. വീടിന്റെ എലിവേഷൻ നിങ്ങൾ കണ്ടു. അത്യാവശ്യം നല്ല രീതിയിലൊക്കെയാണ് എലിവേഷൻ ചെയ്തിരിക്കുന്നത്. LED ലൈറ്റ് ഫിറ്റിംഗ്സും കാര്യങ്ങളും ഭംഗിയുള്ള പെയിന്റിംഗ് ഒക്കെയാണ് വീടിന് കൊടുത്തിരിക്കുന്നത്. സറൗണ്ടിങ് ഏരിയാസ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം, ഇവിടെയെല്ലാം നിറയെ വില്ലകളുള്ള ഏരിയയാണ്. നമുക്ക് റോഡിൽ നിന്നും അധികം ദൂരമൊന്നുമില്ല. നമുക്ക് കാക്കനാട് വികാസവാണി ഭാഗങ്ങളിലേക്ക് പോകുന്ന ബസ് റൂട്ടിലേക്ക് വെറും 500 മീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. ഇവിടെ എല്ലാം നിറയെ വില്ലകളുള്ള ഒരു ഏരിയയാണ്. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് വീടിന്റെ കവേർഡ് ആയിട്ടുള്ള കാർ പോർച്ചിലാണ്. ഇവിടെ നിന്ന് നമുക്ക് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് ദൂരം നോക്കുവാണെങ്കിൽ ഇൻഫോ പാർക്കിലേക്ക് വെറും 6 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇടപ്പള്ളി സൈഡിലേക്ക് പോകണമെങ്കിൽ 9 കിലോമീറ്ററും എയർപോർട്ടിലേക്ക്, ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 20 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. അപ്പൊ ഈ കവേർഡ് ആയിട്ടുള്ള പോർച്ച് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാം, ഈ ഒരു ഏരിയ ഫുൾ ആയിട്ട് തന്നെ കവർ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ കവേർഡ് കാർ പോർച്ചിന്റെ നേരെ അണ്ടറിലേക്ക് നോക്കുവാണെങ്കിൽ നല്ല രീതിയിൽ കളർഫുൾ ആയിട്ടുള്ള ടൈലുകളൊക്കെയാണ് വിരിച്ചിരിക്കുന്നത്. ഗേറ്റ് വന്നിട്ട് നമുക്ക് 2 സൈഡും കംപ്ലീറ്റ് ആയിട്ട് 2 സൈഡിലേക്ക് സ്ലൈഡ് ചെയ്ത് വെക്കാവുന്ന രീതിയിലാണ് ഗേറ്റ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു പോർച്ചിൽ ഒരു വലിയ വാഹനത്തിന് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. അതുകൂടാതെ 2 വീലേഴ്സ് ഒക്കെ പാർക്ക് ചെയ്യാനായിട്ട് വേറെ സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ ഗേറ്റിനകത്തേക്ക് കടന്നിട്ട് ഈ ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്ന സമയത്ത് ഒരാൾക്ക് കടന്നു പോകാനുള്ള സ്പേസ് ഇട്ടിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. വീടിന്റെ ചുറ്റിനും ഒരാൾക്ക് നടന്നു പോകാനുള്ള സ്പേസ് കൊടുത്തിട്ട് മിഡിലായിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തൊക്കെ ക്ലാഡിംഗ് സ്റ്റോൺസിന്റെ ഒക്കെ വർക്കുകളാണ് വരുന്നത്. ഇവിടെ നിന്ന് നേരെ റൈറ്റ് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് കാണാം, അവിടെയും പകുതി വരെ ടൈൽ ഇട്ടിട്ട് ബാക്കി വരുന്ന വഴി കംപ്ലീറ്റ് ആയിട്ട് തന്നെ ബേബി മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. ആ വഴി ചെന്ന് എന്റെ കയ്യിൽ നിൽക്കുന്നിടത്ത് നമുക്കൊരു കിണർ കാണാം. നമുക്ക് ഈ വീട്ടിലേക്കുള്ള ഡ്രിങ്കിങ് വാട്ടറിന്റെ സോഴ്സ് എന്ന് പറയുന്നത് കിണറുണ്ട്. അതുകൂടാതെ മറ്റൊരു ഓപ്ഷൻ ആയിട്ടുള്ളത് നമുക്ക് KWയുടെ വാട്ടർ കൂടിയാണ്. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് വീടിന്റെ സിറ്റ് ഔട്ടിലാണ്. ഇതിന്റെ മുകളിലൊക്കെ നല്ല രീതിയിൽ തന്നെ ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ നോക്കാം, വോളൊക്കെ വന്നിട്ടാണെങ്കിൽ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പാറ്റേണിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ നിൽക്കുന്ന സിറ്റ് ഔട്ട് നോക്കുവാണെങ്കിൽ കാണാൻ നല്ല ലെങ്തി ആയിട്ടുള്ള സിറ്റ് ഔട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു 4-5 ചെയറുകൾ വരെ ഇടാനുള്ള നല്ലൊരു സ്പേസ് കൊടുത്തിട്ട് തന്നെയാണ് സിറ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് ആണ് സിറ്റ് ഔട്ടിൽ വിരിച്ചിരിക്കുന്നത്. വീടിന്റെ മെയിൻ ഡോറ് ഇതുപോലെ ഒറ്റപ്പാളിയിലാണ് ചെയ്തിരിക്കുന്നത്. അതും തേക്കിലാണ് തീർത്തിരിക്കുന്നത്. വീടിന്റെ ഒരു ദർശനം വരുവാണെങ്കിൽ കിഴക്ക് ഭാഗത്തേക്ക് ഫേസ് ചെയ്തിട്ടാണ് ഡോറ് ചെയ്തിരിക്കുന്നത്. ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ് വീടിന്റെ തേക്കിൽ തീർത്തിരിക്കുന്ന മെയിൻ ഡോറ് വരുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ലിവിംഗ് സ്പേസിലേക്കാണ്. ലിവിംഗ് ഏരിയയിലേക്ക് വരുന്ന സമയത്ത് ആദ്യം തന്നെ നമുക്ക് ടൈല് നോക്കുവാണെങ്കിൽ വൈറ്റ് കളറിൽ ഒരു ചെറിയ ബ്ലാക്ക് ഡിസൈൻ വരുന്ന ടൈലാണ് ഫ്ലോറിൽ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യത്തിന് സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിംഗ് സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. നേരെ നോക്കുമ്പോൾ TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. മൾട്ടിവുഡ് കൊണ്ട് തന്നെ നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് TV വെക്കാനുള്ള സ്പേസ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ആയിട്ടൊരു യെല്ലോ കളറിലുള്ള വാൾപേപ്പർ ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല രീതിയിൽ ഷെൽഫ് ഫെസിലിറ്റികൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ആ ഒരു വർക്കുകൾ, മുകളിലുള്ള വർക്കുകൾ നേരെ കണ്ടിന്യൂ ചെയ്ത് റൂഫിലേക്കും പോയിരിക്കുകയാണ്. റൂഫിലൊക്കെ സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. ചുറ്റിനും ഒരു ഔട്ട്ലൈൻ ഒക്കെ കൊടുത്തിട്ട് അതിനകത്തെല്ലാം LED സ്ട്രിപ്പുകളും LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. വിൻഡോസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 2 ഭാഗത്തായിട്ടാണ് വിൻഡോസ് വരുന്നത്. മെയിൻ ഡോറ് തേക്കിലാണ് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള വുഡുകളൊക്കെ നോക്കുവാണെങ്കിൽ ആഞ്ഞിലയിലും മഹാഗണിയിലും ഒക്കെ ആയിട്ടാണ് വിൻഡോസും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. 2 വിൻഡോസ് നമുക്ക് ഈ ഭാഗത്ത് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഡൈനിങ് സ്പേസിലേക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഡൈനിങ് ഏരിയ നോക്കുമ്പോൾ ഈ ഒരു എൻട്രൻസ് തന്നെ വന്നിട്ട് മൾട്ടിവുഡിൽ വളരെ ഡിസൈൻ ഒക്കെ ആയിട്ടുള്ളൊരു എൻട്രൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. നേരെ വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒക്കെ വിൻഡോസ് കാണാം. സിംഗിൾ വിൻഡോസ് ഇവിടെ 3 എണ്ണമാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഗ്രാനൈറ്റിൽ തന്നെയാണ് സ്റ്റെപ്പുകളൊക്കെ ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽസ് നോക്കുവാണെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ചെയ്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ട് തന്നെയാണ് കവർ ചെയ്തിരിക്കുന്നത്.
ഡൈനിങ് സ്പേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റെപ്പിന്റെ താഴേക്ക് വരുന്ന ഭാഗങ്ങളുണ്ട്. അവിടെയൊക്കെ ആണെങ്കിലും പെർഗോള മോഡലിലാണ് ഗ്ലാസ് ഇട്ട് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അതിനിടയിലെല്ലാം തന്നെ അയൺ ബാറുകളാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കൊരു ഫാമിലിയിലുള്ള ഒരു 4 പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്പേസ് ആണ് നമുക്ക് ഡൈനിങ് ഹാളിൽ കിട്ടുന്നത്. ഡൈനിങ് ഹാളിൽ നമുക്ക് ഇനി നോക്കേണ്ടത് ഇവിടുത്തെ വാഷ് ഏരിയ ആണ്. ഈ ഭാഗത്തായിട്ടാണ് വാഷ് ഏരിയ വരുന്നത്. താഴെയൊക്കെ നോക്കുവാണെങ്കിൽ മൾട്ടിവുഡ് കൊണ്ട് കബോർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഒരു വാഷ് ബേസിൻ വന്നിട്ട് സെറയുടെയാണ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ആയിട്ടാണ് നോക്കുവാണെങ്കിലും ഒരു ഭംഗിയുള്ള ക്ലാഡിംഗ് സ്റ്റോൺസ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു മിററും അവിടെ കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് ഏരിയയുടെ റൂഫ് നോക്കുവാണെങ്കിൽ ഒരു പോർഷൻ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ മൾട്ടിവുഡ് കൊണ്ട് കുറച്ച് ഭംഗിയുള്ള വർക്കുകൾ വന്നിട്ടുണ്ട്. അതിനിടയിൽ എല്ലാം തന്നെ ഗ്രാഫിക്കൽ ഡിസൈനുകളും LED ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള പോർഷൻ വന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഡബിൾ ഹൈറ്റഡ് ആയിട്ടായിരിക്കും ഓൾറെഡി നമ്മൾ സ്റ്റെപ്പ് കയറി പോകുന്ന ഏരിയ ഒക്കെ തന്നെ വരുന്നത്. ഇതിന് താഴെ വരുന്ന ഭാഗം ഇപ്പോൾ തൽക്കാലം കവർ ചെയ്തിട്ടില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് കവർ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇവിടെ കബോർഡുകളൊക്കെ ആയിട്ട് നമുക്ക് തിരിക്കാവുന്നതാണ്. ഈ കാണുന്ന ഒരു വീട് ചെയ്തിരിക്കുന്നത് 3 സെന്റ് ലാൻഡിലാണ്. 1300 സ്ക്വയർ ഫീറ്റിലാണ്. എങ്കിൽ പോലും അത്യാവശ്യം നല്ല സ്പേസ് കൊടുത്തിട്ട് തന്നെയാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. ഇത് ബഡ്ജറ്റ് വൈസ് നോക്കുവാണെങ്കിലും എന്തുകൊണ്ട് നിങ്ങളുടെ പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വീടാണ്. അതും തേവയ്ക്കൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണുക. ഇവിടെ താഴെ ഒരു ബെഡ്റൂം നമുക്ക് കിട്ടുന്നുണ്ട്. അത് ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. ഈ ഒരു ഡോറിന്റെ ഒക്കെ ഒരു പ്രത്യേകത എന്നൊക്കെ പറഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ഭാഗങ്ങളിലൊക്കെ കോൺക്രീറ്റിന് പകരം അവിടെ എല്ലാം തന്നെ നന്നായിട്ട് മൾട്ടിവുഡ് കൊണ്ട് വളരെ നീറ്റ് ആയിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ഡോറിന്റെ ഒരു പാറ്റേൺ വരുന്നത് ഇങ്ങനെയാണ്. ഈ ഒരു ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ബെഡ്റൂമിന്റെ സൈസ് ഒക്കെ നോക്കുവാണെങ്കിൽ 12 × 10 ഫീറ്റ് 12x10 ഫീറ്റിലാണ് ഈ കാണുന്ന ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഇവിടെ വിൻഡോസ് ഈ ഭാഗത്ത് 3 എണ്ണവും വരുന്നുണ്ട്. ഈ കാണുന്ന വോളിൽ നമുക്ക് 2 സിംഗിൾ വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വോളിലെ ഡിസൈൻ നോക്കുവാണെങ്കിൽ നല്ല രീതിയിലുള്ള വാൾപേപ്പർ ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യത്തിന് നല്ലൊരു ഡിസൈൻ തന്നെയാണ് വാൾപേപ്പറിൽ വരുന്നത്. മുകളിലേക്ക് നോക്കുവാണെങ്കിലും നല്ല രീതിയിൽ തന്നെയുള്ള വർക്കുകളാണ് റൂഫിൽ ചെയ്തിരിക്കുന്നത്. LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്ത് തന്നെ നന്നായിട്ട് തന്നെയാണ് റൂഫും ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്ക് മൾട്ടിവുഡ് കൊണ്ടുള്ള ഒരു വാർഡ്രോബ് കിട്ടുന്നുണ്ട്. ഒരു മിറർ ഫെസിലിറ്റി കൂടി നമുക്ക് അതിനോടുകൂടി അറ്റാച്ച് ചെയ്ത് വരുന്നുണ്ട്. ഇവിടെയൊക്കെ ആണെങ്കിൽ ഓപ്പൺ ഷെൽഫുകളൊക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നോക്കുവാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. ഡോറിന്റെ ഒരു ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ്. ബാത്റൂം നോക്കുവാണെങ്കിൽ ഒരു പടിക്ക് താഴേക്ക് ഇറങ്ങുന്ന രീതിയിലാണ്. വെള്ളമൊന്നും പുറത്തേക്ക് വരാത്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ ഫിറ്റിംഗ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ഹിന്ദുവെയറിന്റെയും അതുപോലെ തന്നെ സെറയുടെയും ഒക്കെ ആയിട്ട് മാറി മാറിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബാത്റൂമിനകത്തൊരു ടൈല് നോക്കുവാണെങ്കിൽ ചെറിയൊരു ഭംഗിയുള്ള ഡിസൈൻ ഒക്കെ വരുന്ന രീതിയിലുള്ള ടൈല് തന്നെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമുക്കിനി കാണേണ്ടത് ഇവിടുത്തെ കിച്ചൺ ആണ്. കിച്ചൺ വന്നിട്ട് കംപ്ലീറ്റ്ലി ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ എൻട്രൻസ് ഒക്കെ നോക്കിയാലും കാണാം നല്ല രീതിയിൽ തന്നെ ഡിസൈനുകളൊക്കെ കൊടുത്തിട്ട് മൾട്ടിവുഡിലാണ് എൻട്രൻസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തുള്ള നമ്മുടെ കൗണ്ടർ ടോപ്പ് പോർഷൻ വന്നിട്ട് ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. കിച്ചണിനകത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലോർ ചെറിയൊരു ചേഞ്ച് വരുന്നുണ്ട്. ആ ഒരു വുഡൻ കളറുള്ള ടൈലാണ് ഇവിടെ എല്ലാം കൊടുത്തിരിക്കുന്നത്. നല്ല ഗ്രിപ്പുള്ള ടൈല് തന്നെയാണ് കിച്ചണിൽ ഇട്ടിരിക്കുന്നത്. കിച്ചണിന്റെ സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ വന്നിട്ട് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡിസൈൻ ആണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ആ സെയിം ഒരു വുഡ് കളർ തന്നെയാണ് ഇവിടെ എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് 3 വിൻഡോസ് കിട്ടുന്നുണ്ട്. അതുകൂടാതെ ഇവിടെയാണ് സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷൻ വരുന്നത്. നമുക്കൊരു 3 പേർക്ക് വരെയൊക്കെ നിന്ന് മാനേജ് ചെയ്യാൻ പറ്റുന്ന സ്പേസ് ആണ് കിച്ചണിനകത്ത് കിട്ടുന്നത്. കിച്ചണിന്റെ ഡോർ തുറന്നാൽ നമുക്ക് വർക്ക് ഏരിയ ചെയ്യാനുള്ള സ്പേസിലേക്കാണ് നമ്മൾ ഇറങ്ങുന്നത്. ഏകദേശം പകുതി പോർഷൻ വരെയൊക്കെ ഇവിടെ ഒരു ചെറിയ രീതിയിലൊക്കെ ഫ്രെയിം ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ വേണമെന്നുണ്ടെങ്കിൽ ഇത് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ബിൽഡറുമായിട്ട് സംസാരിച്ച് കവർ ചെയ്യാം. ആ ഭാഗത്തായിട്ടാണ് നമുക്ക് കിണർ കിട്ടുന്നത്. ഇപ്പൊ നമ്മൾ സ്റ്റെപ്പ് കയറി നേരെ മുകളിലേക്ക് വരികയാണ്. ആദ്യത്തെ ഒരു പോർഷൻ സ്റ്റെപ്പ് കയറി കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഡോർ ഉണ്ട്. ആ ഡോർ തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ഇവിടെ കാണാവുന്നതാണ്. ടെറസ് വന്നിട്ട് ഓപ്പൺ ടെറസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ബാക്കിയുള്ള സ്റ്റെപ്സ് ഒക്കെ കയറി നേരെ വന്ന് നിൽക്കുന്നത് മുകളിലത്തെ പോർഷനിലാണ്. നേരെ വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ചെറിയ ഹാളാണ് കിട്ടുന്നത്. ചെറിയൊരു ഹാള്. അപ്പൊ അതിന് മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം നല്ല രീതിയിലുള്ള വർക്കുകളും LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ലൈറ്റ് ഫിറ്റിംഗ്സും വർക്കുകളൊന്നും വാരി വലിച്ചിടാതെ ആവശ്യത്തിന് മാത്രമാണ് റൂഫിലെ വർക്കുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരെ സ്റ്റെപ്പ് കയറി വന്ന സമയത്ത് നമുക്ക് ഇവിടെ കാണുന്ന ആദ്യത്തെ ഡോർ തന്നെ ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് വന്നിട്ട് ഇവിടുത്തെ ബാൽക്കണിയിലേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. അത്യാവശ്യത്തിന് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു നീളത്തിലുള്ള ബാൽക്കണി സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇതിന്റെ ഈ ഒരു ഏരിയ എല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ട് സേഫ് ആയിട്ട് കവർ ചെയ്തിരിക്കുന്നത് ടഫിന്റെ ഗ്ലാസ് ഇട്ടിട്ടാണ്. ഈ മുകളിലത്തെ പോർഷനൊക്കെ വന്നിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് ചെയ്തിരിക്കുന്നത്. മുകളിലൊക്കെ ആവശ്യത്തിനുള്ള LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഈ ഒരു ഹാളിലേക്ക് വരുന്ന സമയത്ത് താഴെ നമ്മളൊരു ബെഡ്റൂം കണ്ടു. മുകളിൽ നമുക്ക് 2 ബെഡ്റൂമുകളാണ് ഈ കാണാനുള്ളത്. ഡോറിന്റെ പാറ്റേൺ വന്നിട്ട് ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്.
ഈ ഒരു ബെഡ്റൂമിനകത്തേക്ക് വരുന്ന സമയത്ത് ഇത് ഏകദേശം ആ ഒരു 12-10 ഫീറ്റിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. 12x10 ഫീറ്റ് ആണ് ഇതിന്റെ സൈസ് വരുന്നത്. ഈ രണ്ട് ഭാഗത്തായിട്ട് നമുക്ക് വിൻഡോസ് വരുന്നുണ്ട്. ഈ രണ്ട് സിംഗിൾ വിൻഡോസ് കൊടുത്തിരിക്കുന്ന വോളിൽ ഒരു ഡിഫറെന്റ് ആയിട്ടൊരു ഗ്രീൻ കളർ പെയിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ റൂഫിൽ നോക്കുവാണെങ്കിൽ നല്ല ഡിസൈൻ ഉള്ള വർക്കുകളും LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ വാർഡ്രോബ് നോക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് വാർഡ്രോബ് വരുന്നത്. ആ ഒരു സെയിം വുഡ് കളർ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വിത്ത് മിററോട് കൂടിയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഡോറിന്റെ ആ ഒരു ഡിസൈൻ ഒക്കെ സെയിം തന്നെയാണ് വരുന്നത്. ഇവിടേക്ക് നോക്കുവാണെങ്കിൽ ടൈലിന് ഒരു ചെറിയ ചേഞ്ച് വരുന്നുണ്ട്. ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷനോട് കൂടി നല്ല ഭംഗിയായിട്ടുള്ള ഒരു ടൈല് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ രണ്ട് ബെഡ്റൂമുകൾ ഇവിടെ കണ്ടു കഴിഞ്ഞു. നമുക്കിനി ഫൈനലി ഇവിടുത്തെ തേർഡ് ബെഡ്റൂം ആണ് കാണാനുള്ളത്. ഈ ഒരു ഭാഗത്തേക്ക് ഹാളിലേക്ക് വരുമ്പോൾ ഈ ലാസ്റ്റ് ആയിട്ട് കാണുന്ന ഡോർ ഇവിടുത്തെ ഫൈനൽ ബെഡ്റൂമിലേക്ക് ഓപ്പൺ ചെയ്യുന്ന ഡോറാണ്. എല്ലാ ഡോറുകളുടെയും ഈ ഒരു പോർഷൻ എല്ലാം തന്നെ നല്ല രീതിയിൽ ഉടനായിട്ടുള്ള ബേസ് ഇട്ടിട്ട് തന്നെയാണ് കവർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്തും ഇതിന്റെയും സൈസ് വന്നിട്ട് 12x10 12x10 ഫീറ്റ് ആണ്. അതിനേക്കാളും കുറച്ചും കൂടെ കൂടിയ അളവ് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം നമുക്ക് കിട്ടുന്നത്. ഇതിനകത്ത് നേരെ കയറി വരുമ്പോൾ നമുക്ക് ഈ ഒരു വോളാണ് കാണാൻ പറ്റുന്നത്. നല്ല രീതിയിൽ തന്നെ ഒരു ഡിസൈനുകളൊക്കെ ഉള്ള ഒരു വാൾ പേപ്പറാണ് ഇവിടെ ഒട്ടിച്ചിരിക്കുന്നത്. അവിടെയാണെങ്കിൽ നമുക്ക് രണ്ട് സിംഗിൾ വിൻഡോസ് കിട്ടുന്നുണ്ട്. ബാക്കിയുള്ള 3 വിൻഡോസ് വന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല ലെങ്തി ആയിട്ടുള്ള സ്പേസ് ആണ് നമുക്ക് ഈ ഒരു ബെഡ്റൂമിനകത്ത് കിട്ടുന്നത്. ഇവിടുത്തെ വാർഡ്രോബ് വന്നിട്ട് ഈ ഒരു കോർണർ ഭാഗത്തായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ നല്ല സ്പേസും കിട്ടുന്ന രീതിയിൽ തന്നെയാണ് വരുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഒരു വൈറ്റ് ആൻഡ് ഗ്രേ കോമ്പിനേഷനിലാണ് ബാത്റൂമിനകത്തുള്ള ടൈലുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യത്തിന് നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ഈ ഒരു ബാത്റൂമും ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു വീട്ടിലെ ഏകദേശം എല്ലാ കാര്യങ്ങളും തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് അറിയേണ്ടത് ഇതിന്റെ പ്രൈസ്, ഡീറ്റെയിൽ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ഇന്ന് പരിചയപ്പെട്ട ഈ ഒരു വീട് എറണാകുളം ജില്ലയിലെ കാക്കനാട് തേവയ്ക്കൽ ജംഗ്ഷനിൽ നിന്നും വെറും 1 കിലോമീറ്റർ മാത്രം മാറിയുള്ള ദൂരത്തിലാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ വളരെ അടുത്ത്, കാക്കനാടിനോട് വളരെ അടുത്തായിട്ടാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിലൊക്കെ ഞാൻ ഒന്നും കൂടെ പറയാം. 3 സെന്റ് സ്ഥലത്ത് 1300 സ്ക്വയർ ഫീറ്റിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. 3 ബെഡ്റൂമുകളാണ് ഈ വീടിന് വരുന്നത്. ഉദ്ദേശിക്കുന്ന പ്രൈസ് 62 ലക്ഷം രൂപയാണ്. അത് തീർച്ചയായിട്ടും നെഗോഷ്യബിൾ ആണ്. 3 സെന്റ് ഓഫ് ലാൻഡിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. 1300 ആണ് ഇതിന്റെ സ്ക്വയർ ഫീറ്റ് വരുന്നത്. ഇതൊരു 3 BHK വീടാണ്. നമുക്കൊരു വലിയ വാഹനത്തിന് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. അതുകൂടാതെ ഡ്രിങ്കിങ് വാട്ടറിനായിട്ട് നമുക്ക് വെല്ലുണ്ട്, ഒരു കിണറുണ്ട്. അതുകൂടാതെ KWയുടെ മോട്ടറും കൂടിയാണ് മറ്റൊരു ഓപ്ഷൻ ആയിട്ടുള്ളത്. 62 lakhs എന്നുള്ള ഈ വീടിന്റെ പ്രൈസ് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് ഈ വീട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് മാർബിൾ ഹോംസിന്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. തേവയ്ക്കൽ ഭാഗത്ത് ഒരു 3 ബെഡ്റൂം വീട് 62 ലക്ഷം രൂപ, അതും നെഗോഷ്യബിൾ പ്രൈസിൽ കിട്ടുന്നത് നിങ്ങൾക്കൊരു ലക്ക് തന്നെയാണ്. എത്രയും പെട്ടെന്ന് മാർബിൾ ഹോംസിലേക്ക് വിളിച്ചോളൂ. ഇതുപോലുള്ള മനോഹരമായ വീടുകളുടെ വിശേഷങ്ങളുമായി ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.